ഹായ് ഫ്രണ്ട്സ്, വെജിറ്റബിൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് മോളെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഓരോ പ്രോഡക്റ്റും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെക്ലസ് മോഡൽ മാലയാണ്. അത് വന്നിട്ട് അമരയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ വലിപ്പം അനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അറേഞ്ച് ചെയ്ത് വച്ചതിന് ശേഷം നമ്മളതിൽ സൂചി നൂലിലും കൊരുത്താണ് എടുക്കുന്നത്. അമരയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ ഭംഗിയായിട്ടുള്ള മാല നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയായിട്ടുള്ള മാല സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു നെക്ലസ്, സിമ്പിൾ മോഡൽ ഒരു നെക്ലസ് ആണ്. വെണ്ടയ്ക്ക ഇതുപോലെ തീരെ നേർത്തതല്ലാത്തതും ഇത്തിരി കനം കൂട്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ലോക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്യാരറ്റിനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് വിചാരിച്ച് 3 ലോക്കറ്റ് പോലെ ഒന്ന് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നീട് അതിനെ മാറ്റി ഞാൻ ഒറ്റ ലോക്കറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ സൂചി നൂലിൽ ഓരോന്നായിട്ട് സൈഡ് ബൈ സൈഡായിട്ട് കൊരുത്തെടുക്കണം. ലോക്കറ്റ് വന്നിട്ട് ഏറ്റവും മുകൾ ഭാഗം, ലോക്കറ്റിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് സൂചി നൂലിൽ കൊരുത്തെടുക്കുന്നത്. എങ്കിലേ കറക്റ്റ് ലോക്കറ്റായിട്ട് കിട്ടുകയുള്ളൂ. സൂചി നൂലിൽ വെണ്ടയ്ക്ക കൊരുക്കുമ്പോഴേ വളരെ സൂക്ഷിച്ച് വേണം കൊരുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക പെട്ടെന്ന് പൊട്ടിപ്പോകും. ഈ വെജിറ്റബിൾസ് ഒന്നും വേസ്റ്റായി പോകത്തില്ല. കാരണം നമ്മൾ നൂല് കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതാവുമ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞതിന് ശേഷം നൂല് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകി ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത നെക്ലസ് മോഡൽ മാല സെറ്റ് ആയിട്ടുണ്ട്. ലോക്കറ്റിന് മോഡൽ വരുത്താനായിട്ട് ഒരു വെണ്ടയ്ക്കയുടെ പീസ് വന്നിട്ട് അതിന് നടുക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനെ സൂചി നൂലിലും കൊരുത്താണ് എടുക്കുന്നത്. അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ട് അരപ്പട്ടയാണ്. അരപ്പട്ട എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റിനെ ഇതുപോലെ അരപ്പട്ടയുടെ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ക്യാരറ്റിൻ്റെ നടുക്കലായിട്ട് ഓരോ പീസ് വെണ്ടയ്ക്കയെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ക്യാരറ്റിനെ അപ്പുറത്തോട്ട് സൈഡ് ബൈ സൈഡായിട്ട് കൊരുത്തെടുക്കാം. ചെറിയ സൂചിയാണെങ്കിൽ കൊരുക്കാനായിട്ട് അല്പം പാടായിരിക്കും. നമ്മൾ നൂല് കാണാത്ത രീതിക്ക് കൊരുത്ത് ബാക്ക് സൈഡിൽ കൂടെ അതിൻ്റെ മറുവശത്തൂടെ കൊരുത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അരപ്പട്ടയ്ക്ക് മോഡൽ കൊടുക്കാനായിട്ട് ക്യാരറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പീസ് വെണ്ടയ്ക്ക വെച്ച് ഇതുപോലെ കോരി തയ്ക്കാവുന്നതാണ്.
അടുത്ത് ബീൻസ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് പാവാട പോലെ ഷേപ്പിന് വേണ്ടിയിട്ടാണ്, പാവാടയ്ക്ക് ഒരു മോഡൽ കൊടുക്കാനായിട്ടാണ് ബീൻസ് വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ബീൻസിനെ ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സൂചി നൂലിൽ കൊരുക്കുകയാണ് ചെയ്യുന്നത്. നടുക്ക് സ്പേസ് കിടന്നത് കൊണ്ട് കത്രിക വെച്ച് നമ്മൾ അതിനെ ഒരു മോഡലാക്കി എടുത്തു. ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റ് വരുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നെറ്റിച്ചുട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നെറ്റിച്ചുട്ടിയെ ഒരു ബീൻസിൻ്റെ കഷ്ണവും ഒരു തക്കാളിയും വട്ടത്തിലരിഞ്ഞിട്ട് നമ്മൾ അതിൽ തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉടുപ്പിന് വേണ്ടിയിട്ടാണ് കരിവേപ്പില സെറ്റ് ചെയ്തിരിക്കുന്നത്. കറിവേപ്പില സെറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. അത് 5-6 ഇതളുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയാണ് വച്ചിരിക്കുന്നത്. അങ്ങനെ 3 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. വളയ്ക്ക് വേണ്ടിയിട്ട് വെള്ളരിക്കയും കത്തിരിക്കയും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. സവാളയും അതുപോലെ തന്നെ വളയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ബീൻസിനെ നേരെ പകുതിയാക്കിയിട്ടാണ് നെറ്റിച്ചുട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. കമ്മലിന് വേണ്ടിയിട്ട് പിന്നെ കത്തിരിക്കയെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു റബ്ബർ ബാൻഡാണ് അതിൻ്റെ ഇതളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. റബ്ബർ ബാൻഡിന് പകരം നൂലായിരുന്നാലും മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും ചെയ്യാനായിട്ട് മറക്കരുതേ. പാവാടയ്ക്ക് വേണ്ടിയിട്ട് മുരിങ്ങ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.